അനിയൻ ചട്ടിയിലായി ഇനി ചേട്ടൻ പാതിരി. ആ കാലമാടൻ അഴിക്കുള്ളിലായി. നിന്നെയും മക്കളെയും കൊന്ന് കുഴിച്ചു മൂടിയാലും ഒരാൾ പോലും എന്നോട് ചോദിക്കുവാൻ വരില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ മക്കളുടെ മുന്നിലിട്ട് ഷൈനിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചിരുന്ന ആ മനുഷ്യമൃഗം ഇന്നലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞു. പോലീസ് അവയെല്ലാം റെക്കോർഡ് ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടെയാണ് ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസിന്റെ അറസ്റ്റ് ഏറ്റുമാനൂർ പോലീസ് രേഖപ്പെടുത്തിയത്. വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ മാത്രം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മതി എന്നതുകൊണ്ട് തന്നെ നോബിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. രാത്രി മുഴുവൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു നോബി. നോബിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നതുവരെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഷൈനിയുടെയും മക്കളുടെയും മരണം ഒരു ആത്മഹത്യ എന്നതിലുപരി കാര്യമായ ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. എങ്കിലും ഈ വിഷയത്തിന്റെ ഗൗരവം കളയാതെ പൊതുസമൂഹത്തിനിടയിൽ ഈ വിഷയം ചൂടേറിയ ചർച്ചാ വിഷയമായി മാറ്റിയത് ITV ന്യൂസ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ്. എല്ലാം നമ്മുടെ കഴിവാണ് എന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അനവസരത്തിലാണെങ്കിലും ഞാൻ ഇത് പറയുവാൻ കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞാലും ഇന്നൊരു വാർത്ത മുങ്ങിപ്പോകില്ല എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. ഓൺലൈൻ മാധ്യമങ്ങളെ ജനങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സഭയും സഭയുടെ ആശുപത്രിയും പാതിരിയും പ്രതികളാകുന്ന കേസുകളിൽ ഒരൊറ്റ മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടികളും ആ വിഷയം ചർച്ചയ്ക്കെടുക്കാറില്ല. നോബിയുടെ അറസ്റ്റ് ഉണ്ടായതോടെ സകല മുഖ്യ ധാരാമാധ്യമങ്ങളും അവരുടെ ഓൺലൈൻ എഡിഷനുകളിലടക്കം ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് പലയാവർത്തി നൽകിയ ആ വളിച്ച വാർത്തകൾ വീണ്ടും നൽകി രംഗത്ത് വന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് നോബിയെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയുടെ ഭാഗത്തു നിന്നും തൊണ്ടികളൊന്നും കണ്ടെടുക്കേണ്ടാത്തതിനാൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നും പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുവാൻ കോടതി ഉത്തരവായി. ബഹുമാനപ്പെട്ട കോടതി പ്രതിയുടെ ആന്റിസിഡൻസ് പരിശോധിച്ചപ്പോൾ നിരീക്ഷിച്ച വസ്തുതകൾ ഇവയാണ്. 2024 ഗാർഹിക പീഡനമുണ്ടായതായി ചൂണ്ടിക്കാട്ടി ഷൈനി നൽകിയ പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്ത് ആ കേസ് തൊടുപുഴ JFMC കോടതി 1 നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതി ഷൈനിയെ ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കി എന്നും കോടതി നിരീക്ഷിച്ചു. വിവാഹമോചനത്തിന് ഷൈനി കേസ് ഫയൽ ചെയ്തിരുന്നു എങ്കിലും പ്രതി കേസ് പോസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിലൊന്നും ചെന്നിരുന്നില്ല. കേസ് തീർപ്പാക്കി കുട്ടികൾക്ക് ജീവനാംശം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് അവർ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞത്. ഷൈനിയെ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് പാതിരാത്രി ഷൈനി പെൺമക്കളുമൊത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടുണ്ടായത്. ഒടുക്കം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഷൈനിയുടെ പിതാവ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പ്രായപൂർത്തിയാകാത്ത പെൺമക്കൾക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രായപൂർത്തിയാകാത്ത മകനെ ഉപയോഗിച്ച് അമ്മയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്തതിൽ അമ്മയുടെ മനസ്സ് തകർന്നു. വീട്ടിലേക്ക് പോയിട്ട് പോലും പ്രതി നിരന്തരം ഫോണിൽ വിളിച്ചും അല്ലാതെയും ഭീഷണിപ്പെടുത്തി. ഉപജീവന മാർഗങ്ങൾ അടച്ചു കളഞ്ഞു. മരിക്കുന്നതിന് തലേന്ന് നോബി അയച്ച ഒരു സന്ദേശമാണ് ഷൈനിയുടെയും മക്കളുടെയും പെട്ടെന്നുള്ള മരണകാരണം എന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയെ പുറത്തുവിട്ടാൽ ഇരയുടെ കുടുംബാംഗങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് കോടതി പ്രതിക്ക് ജാമ്യം നൽകാതെ റിമാൻഡിൽ കോട്ടയം സബ് ജയിലിലേക്ക് അയച്ചത്. അങ്ങനെ സഭയും സമ്പത്തും എൻ്റെ കൂടുള്ളതിനാൽ ഒരുത്തനെയും പേടിക്കേണ്ട എന്ന് കരുതിയവൻ അഴിക്കുള്ളിലായി. ഷൈനിയുടെ ആത്മാവിധി കണ്ട് അല്പമെങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. ഇനി തൂക്കി നാട്ടിലെത്തിക്കേണ്ടുന്നത് ഇവന്റെ ചേട്ടനായ ബോബി എന്ന പാതിരിയെയാണ്. ഇവൻ നൈറ്റി ഇടുന്നതിന് മുമ്പ് കോട്ടയത്ത് വക്കീലായിരുന്നു എന്നതിനുള്ള ആ തെളിവ് ഇതാ കാണുക. അങ്ങനെ സകല ഉടായ്പും അടവും പഠിച്ചിട്ടാണ് ഇവൻ കൂതാശ തൊഴിലാളി ആയി ഇറങ്ങിയത്. നിയമമറിയാവുന്ന വിശ്വാസികളെ നിർവഹിക്കേണ്ടി നടത്തുന്ന ഒരുവനാണ് ആ കുടുംബം കുട്ടിച്ചോറാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. ഇനി കുറ്റം മുഴുവൻ ഭർത്താവിന്റെ മുകളിൽ വെച്ച് ആ കള്ളപ്പാതിരിയെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഗാർഹിക പീഡന കേസിൽ പാതിരിക്കെതിരെയുള്ള മൊഴി മാത്രം മതി അവനെ അറസ്റ്റ് ചെയ്യുവാൻ. ഓസ്ട്രേലിയയിൽ നിന്നും ഈ കള്ളപ്പാതിരിപ്പാമ്പിനെ നാട്ടിലെത്തിക്കുവാൻ, സഭ ഇവനെ പുറത്താക്കുവാൻ ഓസ്ട്രേലിയൻ മലയാളികൾ തുടങ്ങിവെച്ച ആ വലിയ ക്യാമ്പയിന് ITV ന്യൂസ് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് വലിയ റെസ്പോൺസാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ ഞങ്ങൾ ആ വാർത്ത ചെയ്യുമ്പോൾ സൈൻ ചെയ്തിരുന്നത് 9605 പേരായിരുന്നു. ഇന്ന് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന സമയമായപ്പോഴേക്കും അത് 17,585 ആയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കുള്ളിൽ അത് കുറഞ്ഞത് നമുക്ക് 1 ലക്ഷമെങ്കിലും ആക്കണം. കുഞ്ഞുങ്ങളെ അടക്കം ഉപദ്രവിച്ച
ആ കശ്മലിനെ നമുക്ക് കുപ്പായം പൂരിപ്പിച്ച് ഈ നാട്ടിലെത്തിക്കണം. ഇറാനിലെ ഓയിൽ റിഗിൽ ജോലി ചെയ്തിരുന്ന നോബിയുടെ ജോലിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. ഷൈനിയെപ്പോലെ ഇനി ഒരാൾക്കും ഇങ്ങനെയൊരു ദുരിതമുണ്ടാകരുത്. ഷൈനിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഇതുവരെ കണ്ടെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുപോലെ ഷൈനിയുടെ അടിവയറ്റിലടക്കം നോബി ചവിട്ടിയതിൻ്റെയും മർദ്ദിച്ചതിൻ്റെയും പാടുകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് പരിശോധിച്ച ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തിരുന്നോ എന്നതും വ്യക്തമല്ല. അഭയുടെ കേസിലെന്ന പോലെ ഷൈനിയുടെ കേസിലും സഭ ഒരു മുഴം മുന്നേ എറിഞ്ഞ് പണികൾ തുടങ്ങി. ഇന്ന് ജ്ഞാനായ കത്തോലിക്ക സഭയുടെ വക്താവായ സനീഷ് എന്ന പാതിരി തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് ഒരു യൂട്യൂബ് ചാനലിൽ ക്യാപ്സൂൾ ഇറക്കിയത് കേസ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ്. ആ ദുരുദ്ദേശ സന്ദേശത്തിലൂടെ അദ്ദേഹം ന്യായീകരണ തൊഴിലാളികൾക്കുള്ള ക്യാപ്സൂളാണ് നൽകിയത്. ഷൈനിക്ക് ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നുവെന്നും മടത്തലമ്മമാർ അവരെ വന്ന് ആശ്വസിപ്പിച്ചിരുന്നെന്നും മരണം നടന്നത് ഷൈനിയുടെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണെന്നും സഭയെ കരിവാരിത്തേക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ നടക്കുന്നതെന്നും പാതിരി പറയുന്നു. ഇതെല്ലാം കേസിന്റെ ട്രയലിന്റെ സമയത്ത് ഉപകരിക്കാൻ വേണ്ടിയാണെന്നത് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് ഞങ്ങൾ പൊളിച്ചു. ആ കള്ളത്തരം കയ്യോടെ പൊളിച്ചെടുക്കി. ഇനി നമ്മുടെ ലക്ഷ്യം പറപ്പുകേട് കാണിച്ചിട്ട് ഓസ്ട്രേലിയയിൽ പോയി കൂതാശിക്കുന്ന ആ നൈറ്റി തൊഴിലാളിയെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നിയമത്തിന് മുന്നിൽ നിർത്തണം. അവനെയും അകത്താക്കണം. അങ്ങനെയെങ്കിലും ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കട്ടെ. അതുവരെ നമുക്ക് വിശ്രമമില്ല. അവസാനമായി ഒരു കാര്യം കൂടി. ഇന്നലെ സ്ഥലം MLA കൂടിയായ VN വാസവൻ ഷൈനിയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കണ്ട കാര്യം, പോലീസിന് നിർദ്ദേശം നൽകിയ കാര്യമെല്ലാം പറഞ്ഞ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഇന്നത് കാണാനില്ല. അത് കണ്ടുകിട്ടുന്നവർ ദയവായി അടുത്തുള്ള അരമനയിൽ ഏൽപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഷൈനിയുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10-12 വർഷത്തെ പരിചയം എല്ലാം കുറഞ്ഞുണ്ട്. കാരണം എൻ്റെ വാർഡാണ്, ഞാൻ അയൽവക്കമാണ്. ഷൈനിയുടെ ഒരു പ്രകൃതി ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആരോടും ഒന്നും സംസാരിക്കുകയോ ഒരു കാര്യം പുറത്ത് പറയുകയോ ചെയ്യുന്നില്ലായിരുന്നു. തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഞാൻ പോലും അറിയുന്നത് ഷൈനി അവിടെ നിന്ന് പോയതിന് ശേഷമാണ്. ഷൈനി പോയതിന് ശേഷം ഷൈനി അംഗമായിട്ടുള്ളൊരു കുടുംബശ്രീ ഗ്രൂപ്പ് അവിടെ ഉണ്ട്, 13 പേരുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഷൈനി കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു, ഷൈനി ഇങ്ങനെ പോയി, വേറെ തിരിച്ചടവ് വരുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് വിളിച്ചു. അപ്പം ഞാൻ ഷൈനിയെ ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഷൈനി ഈ പറഞ്ഞ പോലെ ഈ 12 വർഷവും ഞാൻ ഈ പഞ്ചായത്ത് വന്നിട്ട് ഇപ്പോൾ 2000 മുതൽ പഞ്ചായത്താണ്. അപ്പം എന്നെപ്പോലും ഷൈനി വിളിക്കുന്നത് ഈ പഞ്ചായത്തിൽ നിന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വാഴവിത്തോ അല്ലെങ്കിൽ തയ്യോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകും, കൃഷി ചെയ്യും. ഫുള്ളായിട്ട് കൃഷിയും അതോടൊപ്പം തന്നെ മുട്ടക്കോഴി ഉണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ആ വീട് വൃത്തിയായിട്ട് നോക്കുന്ന ഒരാളായിട്ടാണ് ഷൈനിയെ കണ്ടത്. പക്ഷേ എന്നും ഞാൻ കാണുന്ന കാലം മുതൽ അല്ലെങ്കിൽ അയൽവക്കാർ മുഴുവൻ അറിയാവുന്ന കാലം മുതൽ ഒരു വിഷാദം മനസ്സിലുണ്ട്, പുറത്തേ കാണുന്നുണ്ട്. പക്ഷേ ആരോടൊന്നും പറയാറില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഇവർ പറഞ്ഞപ്പം ഞാൻ ഷൈനിയെ വിളിച്ചു. ഷൈനി ഇങ്ങനെ സംഭവം ഉള്ളൂ, എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഷൈനി എന്നോട് പറഞ്ഞു, തോമസ് ചേട്ടാ എന്നാണ് എന്നെ വിളിക്കുന്നത്, പ്രസിഡൻ്റ് എന്ന് വിളിക്കാറുള്ളത്. തോമസ് ചേട്ടാ അത് ഞാൻ എടുത്തതാണ്, പക്ഷേ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് അവിടെയും കുടുംബശ്രീക്കാരും ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇവർ കുറേ മാസം അടച്ചതാണ്. അതിന് ശേഷമായി ഷൈനി പോയത്. അവർക്ക് അവരുടെ മൈപ്പിന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഒക്കെ അതിന് വേണ്ടി എടുത്തതെന്നാണ് പറയുന്നു. എന്നായാലും ഞാൻ ഷൈനി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം, ഞാനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഷൈനി പറഞ്ഞാൽ ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പം കുടുംബശ്രീക്കാരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഇതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. കേസ് കൊടുത്ത് രണ്ടുപേരെയും വിളിപ്പിച്ചു. അപ്പോൾ അച്ഛനും വന്നു. അതായത് ഷൈനിയുടെ ഫാദറിൻ്റെ ചേട്ടൻ, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ അച്ഛനാണ്. അച്ഛൻ വന്ന് അത് കോടതി കണ്ടോളാമെന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാലും ഞാൻ അവരെ വിളിപ്പിച്ചു. ഞാൻ വിളിപ്പിച്ചതെന്ന് വെച്ചാൽ ഈ 12 പേരും സാധാരണക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ ബാക്കിയുള്ളവർ. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, ഷൈനിയുടെ ഫാദറോട് വന്നു. ഞാൻ പറഞ്ഞ പൈസ നമുക്ക് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ പൈസ കൊടുത്തോളാം, സാവകാശം വേണം, 1-2 കേസം കണ്ട് നിൽക്കുന്നുണ്ട്, കാരണം പിള്ളേരെ നോക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കൊടുത്തോളാം. അപ്പോൾ ഞാൻ ഇവരെയും പറഞ്ഞ് ഏൽപ്പിച്ചു, പൈസ ഗൂഗിൾ പേ ചെയ്ത് കുറേശ്ശെ ഉണ്ടാകും. ഞാൻ അത് മതി, കൊണ്ടാകുന്നതനുസരിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷൈനിയോട് ചോദിച്ചു, ഷൈനി എന്തെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് പറഞ്ഞാൽ നടക്കുമോ, സാധ്യത കുറവാണ് ചേട്ടാ, ഇത്രയും വർഷങ്ങളായി എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ ഇടപെടാനും പോയില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ അവരോട് പറയുന്ന സ്ഥിതി അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇന്ന് ഗ്രാമസഭയാണ്, എൻ്റെ വാർഡായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗ്രാമസഭയിൽ ആരെങ്കിലുമൊക്കെ വരുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് പോരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഷൈനിയെ ഷൈനി ഇവിടെ ഇല്ല, അങ്ങോട്ട് പോയെന്നും പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അപ്പം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഷൈനി എന്നെ വിളിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഷൈനിക്ക് ഒരു 12 വർഷം, അതായത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഷൈനി BSc നേഴ്സാണ്. അവിടെ ചെന്നപ്പം ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഗ്യാപ്പ് അവർ പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് വേണം,
നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പഞ്ചായത്തിന് തന്നെ നമുക്ക് പാലിയേറ്റീവ് കെയർ ഹോമുണ്ട്. അപ്പോൾ ഈ പാലിയേറ്റീവിൽ പുള്ളിക്കാരത്തി ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, രോഗികളെ നോക്കാനൊക്കെ കൂടെ പോകാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരത്തി പാലിയേറ്റീവ് പോയിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഫാദറുമായിട്ട് ഇവിടെ വന്ന് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അതുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് എന്നെ അവരോട് അറിയിച്ചു ഞാൻ പണി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഷൈനി, അന്നേരം ഞാൻ ചോദിച്ചു ഷൈനി ഏതെങ്കിലും രീതിയിൽ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ നമുക്ക് പറയിച്ച് സെറ്റിലാകാമെന്ന് ചോദിച്ചപ്പം അത് സാധ്യത കുറവാണെന്നൊരു വാക്കേ എന്നോട് പറഞ്ഞോളൂ. അപ്പം ഞാൻ പറഞ്ഞു ഷൈനി ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കോട്ടയത്ത് വലിയ ഇതൊന്നുമില്ല, തൊടുപുഴ നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്ത് കരാമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തൊടുപുഴ വരെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ മാസങ്ങൾക്ക് ശേഷം അപ്പം പൈസ കൃത്യമായിട്ട് ഏതാണ്ട് 9,000 രൂപയോളം ഗൂഗിൾ പേ ചെയ്ത് അവർക്ക് ഒരു ഷൈനി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് രസീതൊക്കെ എവിടെയുണ്ട്, കൃത്യം 9 ഞാൻ ഓർക്കുന്നില്ല, എന്നാലും പോയി. ബാക്കി ഇപ്പോഴും 1,26,000 രൂപ ബാലൻസ് നിൽപ്പുണ്ട്. ആ കൊടുത്ത് ഷൈനി എന്നോട് പറഞ്ഞു എൻ്റെ പേര് 2 വണ്ടിയുണ്ട്, 2 വണ്ടി, ഒരു കാറ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പിക്കപ്പ് കണ്ട ഷൈനി കണ്ടിട്ട് പോലും ഇല്ല, ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഷൈനി അതങ്ങനെയാണ്, ഷൈനി അങ്ങനെ അവൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ അല്ല, അത് നോബി പൈസ കൊടുത്ത് മേടിച്ചാണ്, എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്നോട് പറഞ്ഞു. എന്തായാലും അതങ്ങനെ പോയി. പിന്നെ ഞാൻ അറിയുന്നത് ഈ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. മരിച്ചു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു 10 മണിയായപ്പം ബേബിച്ചേട്ടൻ ബേബിച്ചേട്ടൻ പറഞ്ഞാൽ ഫാദറിനോട് അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അനിയനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അവളങ്ങനെയൊക്കെ ചെയ്തു പോയി എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാനവിടെ പോയി. വൈകിട്ട് ഞാൻ അവിടെ ചെന്നു, ഞാനും അവിടെ അടുത്തുള്ള 1-2 പേരോട് കൂടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും പറഞ്ഞത് എന്നോട് ഷൈനയുടെ ഫാദർ പറഞ്ഞത് ഞങ്ങൾ തോറ്റുപോയി, അവർക്കൊന്നും പണി ചെയ്യാൻ കിട്ടില്ല, എന്താണോ കാരണം എന്നറിയില്ല, ഞങ്ങളോട് പോലും ഒന്നും മിണ്ടിയില്ല, രാത്രി നേരത്തെ കയറി കിടന്നു, എന്നും രാവിലെ 5:30 പള്ളിയിൽ പോകുന്ന സ്വഭാവമുണ്ട്, പിള്ളേരെയും കൂട്ടി അങ്ങനെ അവൾ പോയി. ആ തലവണ്ണയുടെ കീഴെ ഒരു കുഞ്ഞ് താലിമാലയോ ഒരു കൊന്തയോ ഒരു പുസ്തകവും വെച്ച് പ്രാർത്ഥന പുസ്തകം വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും കിട്ടിയിട്ടുമില്ല എന്ന് പറയും. അപ്പം ഇവിടെയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രചാരണം ഞാൻ കേട്ടത് രണ്ട് അവളുടെ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ കേട്ടാൽ അത് എനിക്കറിയില്ല. അപ്പം ഇതാണ് ഷൈനിയെപ്പോലുള്ള കാര്യം. ഷൈനി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഷൈനി ഇന്ന് കേസുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പറയാൻ കാരണം വെച്ചാൽ ഷൈനി പറഞ്ഞു ഞാൻ ഈ പൈസ കുറച്ച് അവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. കൂടത്തിൽ പറഞ്ഞു ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, പിള്ളേരെ നോക്കാനുള്ള സംവിധാനം പൈസ വേണമല്ലോ, അപ്പോൾ അങ്ങനെ പൈസ കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് കൊടുത്ത് ഞാൻ മുഴുവൻ കൊടുത്ത് ഒന്നിച്ച് തീർത്തോളാം, അല്ലെങ്കിൽ കുറച്ച്. അപ്പോൾ ഞാൻ എന്താ കേസാ പറഞ്ഞൊരു കേസ് മുട്ടത്ത് തൊഴിൽ സ്റ്റേഷനിൽ അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് അതേപ്പറ്റി പിന്നെ ഡീറ്റെയിലേക്ക് പോയില്ല, ഞാൻ ചോദിച്ചുമില്ല, കാരണം കേസ് ആയതാണ്, പിന്നെ ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ പിന്നീട് അറിയാം ഇനി കരിമുത്തൊരു കേസുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ല കരിമുത്ത് കേസ് കാണാൻ സാധ്യതയില്ല, ഒരു കേസോ മറ്റേ അവിടെ ഉള്ളതെന്നാണ് പിന്നെ ഈ ഇങ്ങനെ പറഞ്ഞുള്ള അറിവ് എനിക്ക് അതേപ്പറ്റി ഡീറ്റെയിൽ എനിക്കറിയില്ല. അത് ഏതാണ്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നാണ്, പോയി കഴിഞ്ഞോ അല്ലെ പോകുന്ന സമയത്തോ കൊടുത്തത്. അപ്പം ഈ ഷൈനിയുടെ ഫാദർ എന്നോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഷൈനിയെ എന്നെ വിളിച്ചേച്ച് ഷൈനിയെ ഇവിടുന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ നാളെ ഷൈനിയെ കാണിയാലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കൊണ്ടുവന്നു, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കേസോടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഫാദർ പറഞ്ഞു. ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോയില്ല. വൈദികൻ്റെ ഇടപെടലെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ ഒരു രൂപമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, കുടുംബശ്രീക്കാരെടുത്ത ലോണും അവരും അതുമായിട്ട് തൊഴിൽ കാര്യങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, അത് നിയമപരമായി എൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത്. അത് പാവങ്ങളുടെ പൈസയാണെന്നും വീട്ടിലേക്ക് എടുത്തതാണെന്നും ഈ ലോകത്തിലെല്ലാ മിക്കവാറും ഒരു മനുഷ്യൻ പോലും തിരിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛന് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ളത് എനിക്ക് കാരണം അറിയില്ല. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, ഞാനൊരു കത്തോലിക്ക സഭാംഗമാണ്, ഞങ്ങളുടെ സഭയാണ് ഈ കോട്ടയം രൂപത എന്ന് പറയുന്നത്. ആ കോട്ടയം രൂപതയിലെ ഒരു അച്ഛൻ MPhilഉം കഴിഞ്ഞിട്ട് ലോയും കഴിഞ്ഞതാണ്, LLBയും കഴിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ പറഞ്ഞാൽ ആ 2 മാതാപിതാക്കളും കേൾക്കും. അച്ഛൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്. ഈ നോബിയും ഒരു പരിധി കേൾക്കും. കാരണം നോബി പുറത്തൊന്നും ആരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല, ആരുമായിട്ട് വഴക്കുണ്ടാക്കും അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. കള്ളു കുടിച്ചാലും പുള്ളി പുറത്താരും വഴക്കുണ്ടാക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായും അച്ഛനതൊരു ഇത്രയും വർഷം ഇങ്ങനെ ഗാർഹിക പീഡനം നടന്നു എന്ന് പറയുമ്പം അച്ഛനത് മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒരു സംവിധാനത്തിൽ പരിഹരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പലരും ചോദിക്കുന്നുണ്ട് പഞ്ചായത്ത് എന്തുകൊണ്ടാണ്, പഞ്ചായത്തിനത് കുടുംബകാര്യങ്ങളിൽ അവരാവശ്യപ്പെടാതെ ഇടപെടാൻ പറ്റില്ല, ഒരു പരിധി കൂടി പറ്റത്തില്ല. പക്ഷേ ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു അംഗമെന്ന നിലയിൽ അച്ഛന് അത് രമ്യമായി പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. അത്രക്കുള്ള വിഷയമുള്ളൂ. കാരണം ഈ ഷൈനിയുടെ പേരിൽ ഇന്നും ഒരു ഒറ്റയാൾ പോലും ഒരു സ്വഭാവ ദൂഷ്യത്തിനോ ഒരു അധികാരം പറഞ്ഞതിനോ ഒരു മനുഷ്യനോട് ആവശ്യമില്ലാതെ സംസാരിച്ചെന്ന് ഒരു മനുഷ്യൻ പറയില്ല. അപ്പോൾ അതല്ല വിഷയം, അല്ല വിഷയം എന്നുള്ള. അല്ലെങ്കിൽ പിന്നെ അതാണെങ്കിൽ ഇവർക്കറിയാവുന്ന എന്തിനുണ്ടെങ്കിൽ അവരെ വിളിച്ച് വരുത്തിയിട്ട് അത് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അതിനകത്തൊരു പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരിത്താസ് ഹോസ്പിറ്റലും എന്നോട് വന്ന് പാലിയേറ്റീവിലൂടെ ജോലി ചെയ്ത് സർട്ടിഫിക്കറ്റും മേടിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ കിട്ടും എന്നാണ് പറഞ്ഞത് അവർ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് അച്ഛൻ ഈ സഭാംഗമായതുകൊണ്ട് സ്വാഭാവികമായും ആളുകൾ സംശയിക്കുന്നുണ്ട് അച്ഛൻ വിലക്ക് കാണും. ഇനി അച്ഛൻ അങ്ങനെ വിലക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുമെന്ന് വിചാരിച്ച് കാണിയാൽ പണി കൊടുത്താൽ സ്ഥിരമായിട്ട് നിൽക്കുമല്ലോ, ഇല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. കാരണം ആ കുടുംബത്തിന് താങ്ങാനുള്ള ശക്തിയില്ല. അവരുടെ സാമ്പത്തികം ഞാനിവിടെ പോയി കണ്ടത്. അവർക്ക് അങ്ങനെ ആങ്ങളമാർ 2 പേര് വിദേശത്തൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അത്രയൊരു പോറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സംഭവം അന്ന് ആദ്യം ഞാൻ ഈ ഷൈനിയുടെ നോബിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നു. ഞാൻ സംസാരിച്ചപ്പം ഫാദറിനോട് പറഞ്ഞു അവളങ്ങനെ ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞല്ലാതെ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല.
അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അനിയനുണ്ടായിരുന്നു അവിടെ, എന്നോട് ചോദിച്ചു എവിടെ അടക്കമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കൂടെ തൊട്ടടുത്ത അയൽവാസിയായ മെർലിനും പിന്നെ 2 ചോട്ടിങ്ങിലെ ജോസഫും ഈ രാജുവും ഒക്കെ അവിടെ ചെന്നു. രാത്രിക്ക് ചെന്നപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അന്നേരവും എന്നോട് പറഞ്ഞു അവർ നമ്മളെ ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തും ആയിക്കോട്ടെ, അതൊക്കെ നിയമ നടപടിയിലേക്ക് പോകും. ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്ന സഹായം നിങ്ങൾ ചെയ്യും. അത് 100% അതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ അവിടെയാണ്, ഞങ്ങളിവിടെ ബോഡി ഫിക്സ് ചെയ്ത് രാവിലെ 9 മണിക്ക് കൊണ്ടുവരും, 3 മണിക്ക് കൂടെ അടക്കും, വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പാരിഷാളി വെക്കും, ഇതൊക്കെ പറഞ്ഞു. ശരി, അത് സന്തോഷം. അപ്പോൾ ഇവിടുന്ന് ഒരു കുറി കൊണ്ടുവന്നാലേ അവിടെ അടക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സംവിധാനം. ഇവിടുത്തെ വികാരിച്ചൻ കുറി കൊടുക്കണം. അപ്പോൾ കുറി മേടിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിക്കുന്നത് ഇവിടെ ഒരു അനിയത്തിയുടെ ഹസ്ബൻഡുണ്ട്, ജെയ്സൺ എന്നെ വിളിച്ചു പറഞ്ഞു അവർ സെറ്റിൽമെൻ്റ് ആകാൻ പറഞ്ഞു. സെറ്റിൽമെൻറ്റ് നടപടിയില്ല, ഞങ്ങൾ വേണ്ടി തർക്കിക്കുന്നില്ല, ഞങ്ങൾ ബോഡി അങ്ങോട്ട് കൊടുത്തു വിടുവാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് എന്നാ കുഴപ്പമില്ല. അപ്പം മകൻ കൊണ്ട് പരാതി കൊടുത്തു. മകൻ കൊണ്ട് പരാതി കൊടുത്തു എന്നാണ് ഞാൻ കണ്ടത്. അമ്മേനെയും പെങ്ങന്മാരെയും എനിക്ക് കാണണം, എനിക്ക് ഇവിടെ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ഞാനിത് പിന്നെ ഇടപെടാൻ പോയില്ല. പക്ഷേ രണ്ടാമത് ഇവരവിടെ ചെന്നപ്പോൾ അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ വന്നപ്പോഴും ഇവിടുന്ന് അടക്കിന് പോകാനായിട്ട് 2-3 വണ്ടിയൊക്കെ ബസ്സൊക്കെ ബുക്ക് ചെയ്തിരുന്ന അവസാനം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പം ഇവിടെയുള്ള ആളുകൾ, ആ പ്രദേശത്തുള്ള പാരീഷ് കൗൺസിലുകളും ആ ഇടവക്കാരും ആ പ്രദേശവാസികളും അവിടെ തീരുമാനമെടുത്തു, ഷൈനിയെ കയറ്റാത്ത വീട്ടിലേക്ക് നമ്മളും പോകുന്നില്ല. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിൽ ചെല്ലും, ബോഡി അവിടെ ഉച്ചയാകുമ്പോൾ കണ്ട് കൊണ്ടുവരും, ഞങ്ങൾ പള്ളിയിൽ. അങ്ങനെ എല്ലാ ആളുകളും പള്ളിയിലാണ് ഒന്നിച്ചു കൂടിയത്. പിന്നെ അവരുടെ കുടുംബക്കാർ കുറച്ച് പേര്, അത് സ്വാഭാവികം, അവർക്ക് പലയിടത്തും കേരളത്തിൻ്റെ ഫലം അവർ അവിടെ ചെന്നു, ബാക്കി എല്ലാവരും അവിടെ വന്നു. അവിടെ വന്നിട്ട് അവിടെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഉള്ളിത്തിങ്ങ് ഈ നോബിയും ഈ പറയുന്നവരുടെ മാതാപിതാക്കളും പള്ളിയിലേക്ക് വന്നില്ല. അത് ആരുടെ DSPD എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അറിയില്ല, എന്തായാലും വന്നില്ല. അതിന് പേര് യാതൊരു സംഘർഷവും അവിടെ ഉണ്ടായില്ല. ഇടവക്കാരത് ഏറ്റെടുത്ത് അടക്കം ചെയ്യുകയും ചെയ്തു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.